നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബസ്താൻ. എടയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എടയൂർ ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പുതുതലമുറകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അവബോധം കൊണ്ടുവരാനും കുട്ടികൾക്ക് മാലിന്യമുക്തം നവകേരളത്തിനായി പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനുമുള്ള വേദി ഒരുക്കുകയാണ് കുട്ടികളുടെ ഹരിതസഭയുടെ ലക്ഷ്യം. ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. KM UP സ്കൂൾ നിത ഷെറിൻ സ്വാഗതവും BHS സ്കൂൾ മാവണ്ടിയൂരിലെ മുഹമ്മദ് നിയാസ് TV അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ KP വേലായുധൻ, ശൈലജ K, അനൂപ് സുന്ദർ, അജിത ടീച്ചർ, ജൗഹറ കരീം, മഹേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടയൂർ. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതസഭ സംഗമത്തിലാണ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചേർന്നിട്ടുള്ള സംഗമമാണ്. നമ്മുടെ വീടുകളിലും വിദ്യാലയങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഹരിതകർമ്മസേന പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മുടെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 6 പഞ്ചായത്തുകളിലും ഒന്നാമതായിട്ടാണ് നമ്മുടെ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാവരും ഇപ്പോൾ സഹകരിച്ച് വരുന്നുണ്ട്. വീടുകളും കടകളും വിദ്യാലയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒക്കെ നല്ല രീതിയിലുള്ള സഹകരണവുമായി നമ്മളുടെ ഒപ്പമുണ്ട്. അതിന് നമ്മുടെ കുട്ടികളിലും അത് ഒരു ബോധമുണ്ടാക്കി വളരെ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. വാർഡുകളെ 19 വാർഡുകളുണ്ട്. ആകെ വീടുകളെ 9490 വീടുകളാണ്. ആകെ സ്ഥാപനങ്ങൾ 408 സ്ഥാപനങ്ങൾ. എന്താണ് ഹരിതസഭ? കുട്ടികളുടെ ഹരിതസഭ പ്രാധാന്യം എന്താ? ഗ്രാമസഭ കേട്ടുണ്ടോ? ഉണ്ട്. എടയൂരിൽ എത്ര വാർഡുകൾ ഉണ്ടെന്നാണ് പ്രസിഡന്റ് നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞത്? 19. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? 19 വാർഡുകളുണ്ട്. 19 ഗ്രാമസഭകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രസിഡന്റ്? കഴിഞ്ഞു നിലത്തോടെ. എന്താ ഗ്രാമസഭയുടെ പ്രത്യേകത? ചർച്ചകള്, ഗ്രാമത്തിന്റെ വികസനങ്ങള്, ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ലഭിച്ചാൽ അവർ ആദരിക്കല്, ഇതൊക്കെ ഗ്രാമസഭയോട് ഉണ്ടാവുക. പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഗ്രാമസഭയില് ഉമ്മയുടെ കൂടെ നിൽക്കുന്നു. വെറുതെ പോകാം, ഒപ്പിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്നാൽ വികസന പ്രവർത്തനങ്ങളിൽ ആർക്കും കൂടി പങ്കുവയ്ക്കാൻ സാധിക്കണം? വിദ്യാർത്ഥികൾക്കും കൂടി തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ്. വായിച്ചിട്ട് ഇന്റർനെറ്റിന്റെ ഒക്കെ സ്വാധീനത്തിന്റെ ഭാഗമായി ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ചിലപ്പോ മുതിർന്നവരെക്കാൾ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ ആർക്ക് കഴിയും? വിദ്യാർത്ഥികൾക്ക് കഴിയും. അപ്പൊ ആ വിദ്യാർത്ഥികളുടെ അത്തരത്തിലുള്ള ചിന്താഗതി എന്തിലേക്ക് പ്രയോജനപ്പെടുത്തുക? വികസന കാര്യങ്ങളെക്കാൾ ഒപ്പം തന്നെ അതിന്റെ നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്.